ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവ്യയോട് കാര്യങ്ങൾ നയന പറയുമ്പോൾ അവിടെ നവ്യ പറയണേ, മോളെ ഇത് നിന്നെ പറ്റിക്കുകയാണ്, അവർ മനഃപൂർവ്വം കളിച്ചതാണ്, നിങ്ങൾ ഹണിമൂണിന് പോകുന്നതിന് അവർ തടഞ്ഞതാണ് എന്നൊക്കെ ഇങ്ങനെ നവ്യയോട് നയന പറഞ്ഞുകൊണ്ട് തന്നെ നയന പറയണേ, ശരിയാണ് അമ്മായിമാർ കുറച്ച് കടുപ്പാണെങ്കിലും ഇവിടെ നമുക്കൊപ്പം നമ്മുടെ ഭർത്താക്കന്മാരുണ്ടായാൽ മതി, ഇപ്പോൾ ഹണിമൂണിന് പോയില്ല എന്ന് വെച്ച് എനിക്ക് സങ്കടമൊന്നുമില്ല, എന്തായാലും മുത്തശ്ശൻ്റെ അസുഖം മാറിയാൽ മതി, അത് മാത്രമേ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ പ്രശ്നമുള്ളൂ എന്ന് പറയാനായിട്ടാ. അപ്പോൾ ഈ സമയം ഇത് കേൾക്കുമ്പോൾ നവ്യ പറയും, മോളെ നിനക്ക് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ അത് സാരമില്ല, എന്തായാലും മുത്തശ്ശൻ്റെ അസുഖം മാറട്ടെ, നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടാ. എന്നാൽ ഈ സമയം ഇതൊക്കെ കേട്ടിട്ട് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയില്ല ആദർശിൻ്റെ അച്ഛൻ ദേവിയാനിയെ ചോദ്യം ചെയ്യാൻ ചെന്നിരിക്കുകയാണ്. എന്നിട്ട് ദേവിയാനിയോട് പറയാണ്, ദേവിയാനി നീ കാട്ടിക്കൂട്ടുന്നതൊന്നും ശരിയല്ല, ഒട്ടും ശരിയല്ലാത്ത പരിപാടിയാണ് നീ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ ദേവിയാനി പറയണേ, ഞാനെന്തിനാ അതിന് മാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ആദർശനോട് ഇങ്ങനെ മാലയിടാൻ പറഞ്ഞതാണ് ഇത്ര വലിയ തെറ്റ്. അപ്പോൾ ഉടൻ തന്നെ എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് അച്ഛനോട് ഇത്ര വലിയ സ്നേഹമുണ്ടെന്ന്. അതിന് നിങ്ങൾക്ക് തോന്നുകയാണ് ഈ വീട്ടിൻ്റെ സ്തംഭനമാണ് ഇവിടുത്തെ അച്ഛൻ, ഈ അച്ഛന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് താങ്ങില്ല. അപ്പോൾ ഞാൻ നല്ലൊരു പ്രവൃത്തിയല്ലേ ചെയ്തത്, നമ്മുടെ അച്ഛന് യാതൊരു കുഴപ്പമില്ലാതിരിക്കാൻ വേണ്ടിയുള്ള പ്രവൃത്തിയല്ലേ ഞാൻ ചെയ്തതെന്ന് പറയാനേട്ടാ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊമോ ആണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ കണ്ട് അനാമികക്ക് ഒത്തിരി സന്തോഷമാവണം. അനാമിക സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. അവരുടെ ഹണിമൂൺ യാത്ര മുടങ്ങിയല്ല, അത് മതി എന്ന ആ സന്തോഷത്തിൽ നിൽക്കുകയാണ് കേട്ടോ.